ഹലോ എവരിവൺ, ഞാനിപ്പോൾ രാജസ്ഥാനിലാണ്. പുതിയ ക്രെറ്റയുടെ ടെസ്റ്റ് ഡ്രൈവായിട്ട് വന്നതാണ്. ഓസിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് താർ മരുഭൂമിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പോലെ തന്നെ മറ്റൊരു മഹീന്ദ്ര റെഫറൻസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. മഹീന്ദ്രയ്ക്ക് താർ എന്താണോ എന്ന് പറയുന്ന പോലെ ഹ്യുണ്ടായിക്ക് അവരുടെ അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ ക്രെറ്റ. അതുവരെ ഒരു ഹ്യുണ്ടായി ഒരു എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ഇറക്കി. അവർ സൊനാറ്റ, ട്യൂസോൺ, ടെറാക്കാൻ എല്ലാ വണ്ടികളും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു എക്സ്പെൻസീവ് വണ്ടി ആൾക്കാർ അത്രയും കാശ് കൊടുത്ത് ഹ്യുണ്ടായി മേടിക്കണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ക്രെറ്റ സംഭവം അതങ്ങ് തിരുത്തി കൊടുത്തു. ഇപ്പോൾ ഒരു i20 പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു വണ്ടി അവർ ഉണ്ടാക്കിയിട്ട് ഓൾമോസ്റ്റ് ഡബിൾ ട്രിപ്പിൾ വിലയ്ക്ക് വിൽക്കാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഗുണം. കാരണം i20 ഉണ്ടാക്കാൻ ഒരു ബേസിക് i20 ഒരു 6 ലക്ഷം രൂപ വരുമ്പോൾ അതൊരു ക്രെറ്റയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അതിനൊരു 17 lakhs വരെയൊക്കെ കൊടുക്കാനെന്ന് റെഡി ആയിരുന്നു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്ക് ഒരു ആവറേജ് പ്രൈസ് 20യുടെ അടുത്തേക്ക് എത്തി. ആൻഡ് ആളുകളത് സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ സെക്കൻഡ് ജനറേഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ ലുക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ സെയിൽസ് പ്രൂവ്ഡ് അതർവൈസ് എല്ലാവർക്കും അതിൻ്റെ ലുക്ക് ഇഷ്ടമായി എന്നുള്ളതാണ്. ലാസ്റ്റ് 2023 മാത്രം 1,57,000 ക്രെറ്റകൾ വിറ്റിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ജെന്നും സെക്കൻഡ് ജനറേഷൻ കൂടിയിട്ട് ഏകദേശം 9.8 lakh ക്രെറ്റകൾ വിറ്റിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 million ക്രെറ്റകൾ ആവാറായിട്ടുണ്ട്. ആൻഡ് ആ ഒരു 1 million എന്നുള്ള മാജിക്കൽ നമ്പർ ഈ ഒരു ഫേസ് ലിഫ്റ്റോടുകൂടി ഹ്യുണ്ടായിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹ്യുണ്ടായിക്ക് ക്രെറ്റ വളരെ ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. കാരണം അവരുടെ 44% സെയിൽസ് വരുന്നത് ക്രെറ്റയിൽ നിന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനിക്കാവുന്ന നമ്പറാണ്. കാരണം ഇത്രയും വിലയുള്ളൊരു വണ്ടി അവർക്ക് ഇത്രയധികം വിൽക്കാൻ പറ്റുന്നു എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ആൻഡ് ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇവർ ഈ വണ്ടിയുടെ കാര്യത്തിൽ വളരെ സീരിയസ് ആണ്. ഇത് ശരിക്കും ഇൻറ്റേർണലി iX25 എന്നാണ് അറിയപ്പെടുന്നത്. ചില മാർക്കറ്റ്സിൽ iX25 എന്ന് വിളിക്കുന്നുണ്ട്. iX25 എന്ന് പറയുമ്പോൾ i20 എന്ന് പോവുകയും ചെയ്ത് i30 എത്തിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചാബി ഹൗസിൽ പറയുന്ന പോലെ അവൻ ആ വാതിക്ക് നിന്നോട്ടെ എന്ന് പറയുന്ന പോലെ iX25 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹ്യുണ്ടായുടെ യൂഷ്വൽ നെയിമിങ്ങിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം i10, i20, i30, iCoty എന്നൊക്കെയാണ് ഹ്യുണ്ടായുടെ വണ്ടികളുടെ പേര്. കഴിഞ്ഞ പോലെ അത്രയധികം വണ്ടികൾ ഇറങ്ങിയതിൽ ഹ്യുണ്ടായി എക്സ്ട്രാ ആയിരുന്നു iCoty ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ അവാർഡുകളുടെ ക്രെഡിബിലിറ്റി ഊഹിക്കാവുന്നേ ഉള്ളൂ. നോ കമൻറ്റ്സ്. അപ്പോൾ iX25 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ K2 പ്ലാറ്റ്ഫോമിലുള്ള ഇവരുടെ ഒരു വണ്ടിയാണ്. ഇന്ത്യയിൽ അതിനെ ക്രെറ്റ എന്ന് വിളിച്ചു. ആൻഡ് ഇതിൻ്റെ ലോങ് വീൽ ബേസ് വേർഷനെ നമ്മൾ അൽക്കസാർ എന്ന് വിളിച്ചു. ചില മാർക്കറ്റ്സിൽ അൽക്കസാറിന് ഗ്രാൻഡ് ക്രെറ്റ എന്നും ഒരു പേരുണ്ട്. ഫസ്റ്റ് ജെന്നെ നമ്മൾ GS എന്ന് വിളിച്ചിരുന്നു. ഇത് SU2 എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ഈ ഒരു വേർഷൻ. അപ്പോൾ ഇത് ഓരോ മാർക്കറ്റ് അനുസരിച്ചിട്ട് അവർ ഈ SU2ൻ്റെ കൂടെ ഒരു ആൽഫബറ്റും കൂടി ചേർക്കും, അതെന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വണ്ടികൾ SU2I എന്നാണ് അറിയപ്പെടുന്നത്. SU2C ഉണ്ട് ചൈനയിലത്തെ, SU2B ഉണ്ട് ബ്രസീലിൽ, SU2ID ഉണ്ട് ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ. ഇത് ഓരോന്നും കാണാനും വ്യത്യാസമുണ്ട്. ഈ ഇന്തോനേഷ്യൻ മാർക്കറ്റിലെ വണ്ടിക്കാണ് ആ ലാസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് വന്നത്. നമ്മൾ ആ ട്യൂസോൺ പോലത്തെ ഒരു ഫേസ് അവർ ആദ്യമായിട്ട് കൊടുത്തത് ആ വണ്ടിയിലാണ്. അതുകൊണ്ടാണ് ഗൾഫിലൊക്കെ ഉള്ള ഒരു ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് അവിടെ ഇറങ്ങിയത് ഇന്ത്യയിൽ ഇറങ്ങാത്തതെന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതുവരെ ഗൾഫിലേക്ക് നമ്മുടെ ഇന്ത്യൻ ക്രെറ്റയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഇന്തോനേഷ്യൻ പ്ലാന്റ് ഓപ്പറേഷനിലായപ്പോൾ അവർ അവിടെ നിന്നുള്ള ഒരു പുതിയ ലുക്കുള്ള ക്രെറ്റ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവിടെ ആദ്യം ഫേസ് ലിഫ്റ്റ് വന്നത്. പക്ഷേ ആ വണ്ടി തന്നെ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിറങ്ങിയിട്ടൊരു 1.5 വർഷമായിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ ടേസ്റ്റിലേക്ക് കുറച്ചും കൂടി അവർക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു വണ്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ആൻഡ് ഡിസൈൻ കൊണ്ടുവന്നേക്കുന്നത്. കുറച്ച് ട്യൂസോൺ ഇൻസ്പയർഡ് ആണ്. നമുക്ക് ആ ഒരു പാരാമെട്രിക് ഗ്രില്ല് അങ്ങനത്തെ ഒരു സ്ക്വയറിഷ് ബ്ലോക്ക് പാറ്റേൺ ഒക്കെ ഇപ്പോൾ നമ്മൾ എക്സ്റ്ററിലും കണ്ടു അതുപോലത്തെ ഒരു സ്റ്റൈലിംഗ്. ആൻഡ് ഇത് ഇനിയുള്ള എല്ലാ ഹ്യുണ്ടായി വണ്ടികളിലും ഇതുപോലത്തെ ഒരു സ്റ്റൈലിംഗ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ SUV സ്റ്റൈലിംഗ്, അവരുടെ ഒരു ഫേസ് അതാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വിൽ ബി ക്യാരിഡ് ഓവർ മിക്കവാറും എല്ലാ വണ്ടികളിലേക്കും. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്ക്വയർഡ് ഓഫ് ആയിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഹെഡ്ലൈറ്റും അതിൻ്റെ കൂടെ ഉള്ള അനെക്സ് ആയിട്ട് വരുന്ന DRLൻ്റെ ഒരു എലമെൻറ്റും അതുപോലെ ഗ്രില്ലിലത്തെ ആ ഒരു പാരാമെട്രിക് പാറ്റേണും ഒക്കെ കുറച്ചും കൂടി ഒരു സ്ക്വയർഡ് ഒരു ഫ്രണ്ട് എൻഡ് കൊടുത്തു. വണ്ടിക്ക് കുറച്ചും കൂടി ഒരു സൈസ് ഫ്രണ്ടിൽ നിന്ന് തോന്നുന്നുണ്ട്. പഴയ ക്രെറ്റയിലും കുറേ കൂടിയും ബെറ്റർ ലുക്കിംഗ് ആണ്. അതുപോലെ ബാക്കിലേക്ക് പോയാലും സിമിലർ ഒരു സ്റ്റൈലിംഗ് കാണാം. നമുക്കൊരു സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പ്, അത് കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിൽ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ വണ്ടികളും കാണുന്ന ആ ഒരു സ്റ്റൈലിംഗിലേക്ക് പോയിട്ടുണ്ട്. ആകെ ഒരു മിസ് മാച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും കുറേ കൂടി സ്ക്വയർ എലമെൻറ്റ്സ് പുൾ ഓഫ് ചെയ്യുമ്പോൾ സൈഡിൽ ആ ഒരു സിൽവർ ബ്ലേഡും ആ ഒരു ഡിസൈനൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഭയങ്കര സ്ക്വയർഡ് ഓഫ് നല്ലൊരു ഷാർപ്പർ ഡിസൈനും സൈഡിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി കേർഡ് ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു മിസ് മാച്ച് തോന്നുന്നുണ്ട്. കാരണം സൈഡ് പ്രൊഫൈൽ ഇപ്പോൾ ഇതായിട്ടൊരു ജോയിൻറ്റഡ് അല്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അത് ആ വീലാർച്ചിലും ഇതിലൊക്കെ കാണാൻ പറ്റും. നമുക്കിത് ഒറിജിനലി ഇത് കേഴ്സൊക്കെ ഉള്ള വേറൊരു ഡിസൈൻ ആണെന്നുള്ളത് നമുക്ക് സൈഡിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. പുതിയ അലോയ് വീൽസ് വന്നിട്ടുണ്ട്, കുറച്ചും കൂടിയും കാണാൻ ഭംഗിയുണ്ട്. ഓവറോൾ സ്റ്റൈലിംഗ് കുഴപ്പമില്ല. ഐ തിങ്ക് എനിക്ക് പഴയ ക്രെറ്റ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ദിസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി എ ലുക്കർ. ഒരു കൊഹീസീവ്നെസ് ഇല്ല ഡിസൈൻ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു പുതിയ കളർ വന്നിട്ടുണ്ട്, റോബസ്റ്റ് എമറാൾഡ് പേൾ എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി അതാണ്. ഒരു ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. അത് വെയിലടിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ഗ്രീൻ ആയിട്ട് തോന്നുള്ളൂ, അല്ലെങ്കിൽ മിക്കവാറും സമയത്തൊക്കെ ബ്ലാക്ക് ആയിട്ട് തോന്നുക. വീഡിയോയിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത് അറിയില്ല. ബട്ട് ചില ആംഗിളിലൊക്കെ വെയിലടിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേകതരം ലെസ്റ്റർ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്.
ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു പുതിയൊരു ക്രാഷ് പാഡ് കൊടുത്തിട്ടുണ്ട്. ക്രാഷ് പാഡ് എന്ന് ഹ്യുണ്ടായി ഉപയോഗിക്കുന്ന ടേമാണ്. നമുക്ക് ഡാഷ്ബോർഡ് പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മൾ അയോണിക് 5 കണ്ട പോലെ ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു കോപ്പർ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ഹ്യുണ്ടായി ഓറയിൽ കണ്ട പോലത്തെ ഒരു കളർ കോംബോ ആണ്. ആ ഒരു സൈഡിൽ AC വെൻറ്റ് വന്നേക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ട്രിം അതൊക്കെ ഒരു ഫോക്സ് വാഗൻ ചായ വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്തിന്. ആ ഒരു ഡിസൈനിന് ഒരു സിമെട്രി വരാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു മിസ് മാച്ച് പോലെ തോന്നുന്നു. എന്തോ ഒരു പാനൽ ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ് പ്ലാസ്റ്റിക് എന്ന് വിചാരിക്കും. പക്ഷേ അവർ പറയുന്നത് ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊറിയക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. അവരവരുടെ ഓഫീസ് ക്യൂബിക്കിളിൻ്റെ അകത്തൊക്കെ അവരുടെ ആ ഒരു ഫാമിലി ഫോട്ടോസും അങ്ങനെ ഫേവറേറ്റ് മൊമെൻറ്റ്സും അങ്ങനത്തെ ഇതൊക്കെ അവർ എപ്പോഴും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. അതിന് പറ്റുന്ന പോലത്തെ ഒരു പാനലാണ്. ചെറിയ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം എന്നൊക്കെ പറയുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അതിലെളുപ്പമാണ് ശരിക്കും ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിക്കാവുന്ന ഇത്രയും സൗകര്യമുള്ളപ്പോൾ. ഗേജസ് ഒക്കെ നമ്മൾ എൽക്കസാറിൽ കണ്ട ആ ഒരു ഡിസൈനാണ്. അത് അതുപോലെ തന്നെ ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് 0, 9, 18, 27 എന്നാണ്. അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്? അതായത് 10, 20, 30 എന്ന് കാണിക്കുന്നതിന് പകരം 9, 18, 27 എന്ന് കാണിക്കുന്നതെന്നുള്ളത് ഞാൻ ഹ്യുണ്ടായിയുടെ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു. അവർക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ UI UX ഒക്കെ ഡിസൈൻ ചെയ്ത ആൾ കുറച്ച് സൂപ്പർസ്റ്റിഷ്യസ് ആയതുകൊണ്ടായിരിക്കാം. വേറൊരു പുതിയൊരു കൺസോൾ വന്നിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC ആയിട്ടുണ്ട്. അതിൻ്റെ താഴേക്കുള്ള ഈ ഒരു കൺസോൾ മുന്നേ ഉണ്ടായിരുന്നതായിട്ട് സിമിലർ ഡിസൈനാണ്. പക്ഷേ ഇപ്പോൾ ഇതിനൊരു ഗ്ലോസി ഫിനിഷ് നമ്മൾ അൽക്കസാറിൽ കണ്ട പോലെ കൊടുത്തിട്ടുണ്ട്. AC-യുടെയും ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒക്കെ കൺട്രോൾസ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഡിജിറ്റൽ കൺട്രോളും ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേയുടെ അകത്തുനിന്ന് വേണമെങ്കിൽ മാറ്റാം. ഇതിപ്പോൾ ആൾക്കാർക്ക് വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള ഡാഷ്ബോർഡൊക്കെ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ക്ലട്ടറായിട്ട് തോന്നുമോയെന്നറിയില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ബോത്ത്. രണ്ടിനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ ബാക്കിയുള്ള ഇൻറ്റീരിയറൊക്കെ ആ ഒരു ഗ്രേ തീമിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ സീറ്റ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓറഞ്ച് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലെ സ്റ്റിച്ചിങ്ങും അതിലെ ആ പെർഫറേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ് 8-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഇതിലെ വെന്റിലേഷനൊക്കെ നമുക്ക് വോയിസ് കമാൻഡ്സ് ഉപയോഗിച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ ഹെഡ് റെസ്റ്റുമുള്ള ഈ ഒരു കുഷനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും. ഇത് നമ്മൾ S ക്ലാസ്സിലാണ് ആദ്യം കണ്ടത്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പില്ലോ പോലെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഹ്യുണ്ടായി പിന്നീട് അവരുടെ വണ്ടികളുടെ ബാക്ക് സീറ്റിൽ കൊടുക്കാൻ തുടങ്ങി. ബാക്കിലത്തെ ഹെഡ് റെസ്റ്റുമിലാണ് ഇത് വരുന്നത്. ഇതും ബാക്കിലാണ് ഇരുന്നിരുന്നത്. ഞാൻ ഊരി ഇവിടെ പിടിപ്പിച്ചാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതാണ്. ബാക്ക് സീറ്റിനെ പറ്റി പറയുമ്പോൾ ബാക്ക് സീറ്റിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അവർ അണ്ടർ തൈ സപ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എത്ര mm ആണ് കൂട്ടിയതെന്നൊന്നും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ബാക്കിലെ ഡോറിൽ ബ്ലൈൻഡ്സ് വന്നിട്ടുണ്ട്. ഇതിലെ 4 സീറ്റും നല്ല കംഫർട്ടബിൾ ആണ്. ഫ്രണ്ട് സീറ്റിന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് ഉണ്ട്. നമുക്കൊരു ആവശ്യത്തിന് വൈഡാണ്. അതുപോലെ ബാക്ക് സീറ്റിൽ ഇരുന്നാലും ആ സീറ്റിൻ്റെ പോസ്റ്ററൊക്കെ വളരെ നല്ലതാണ്. ഓഡിയോ സിസ്റ്റം ബോസിൻ്റെയാണ്. 8 സ്പീക്കറാണ്. റീസണബിൾ സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം പഞ്ചായിട്ടുള്ളൊരു ബേസും ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഓഡിയോ സിസ്റ്റത്തിന് Jio Saavn Pro സബ്സ്ക്രിപ്ഷനൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അംബാനിയുടെ പ്രസൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റോട്ട് ഹ്യുണ്ടായി പാനറാമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമാണ് വന്നത്. പല ബൈയിങ് ഡിസിഷനും ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ഈ സൺറൂഫിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് ഹ്യുണ്ടായിക്ക് അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷേ അത് നല്ല എക്സിക്യൂഷനാണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ഈ റൂഫിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു ഹെഡ്ലൈനിൻ്റെ അതേ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാമിറ്റാരയിലും ഹൈ റൈഡറിലും നമുക്കറിയാം ഒരു നെറ്റ് പോലത്തെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഫുൾ വെയിലകത്തടിക്കുന്നുണ്ട്. ഇതിലങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ 70ഓളം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് അലക്സ ഇൻ്റഗ്രേഷൻ ഉണ്ട്. അപ്പോൾ അലക്സയോട് നമുക്ക് ചോദിക്കാം വണ്ടിയിൽ എത്ര ഫ്യൂൽ ഉണ്ട്, ടയർ പ്രഷർ എന്താണ്, അല്ലെങ്കിൽ ലോക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ അലക്സ ചെയ്തോളും. ക്രെറ്റ ലെങ്ത് വൈസ് ഒരു 30 mm നീളം കൂടിയിട്ടുണ്ട്. അത് ഈ ബമ്പറിലൊക്കെ വരുത്തിയേക്കുന്ന ചെറിയ മാറ്റങ്ങളാണ്. ഇവർ പറയുന്നത് ക്രാഷ് സ്ട്രക്ചർ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനോട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ്സിലൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കൂടുതൽ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ബാക്കിൽ ഒരു റീൻഫോഴ്സ്മെൻറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള BV NCAP-ൻ്റെ റിസൾട്ട് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. ഹ്യുണ്ടായി ഓൾറെഡി വെർണയിൽ 5 സ്റ്റാർ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് 5 സ്റ്റാറുകളുടെ പെരുമഴയായിരിക്കും നമുക്ക് വിചാരിക്കാം. നമ്മൾ കുറച്ചും കൂടി ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആടിനെയും പശുവിനെയും പട്ടീനെയും ഒട്ടകത്തിനെയും മാത്രം മേടിച്ചാൽ മതിയായിരുന്നു. ഇനി മനുഷ്യർ വട്ടം ചാടുന്നതും കൂടി നോക്കണം. പിന്നെ നമ്മൾ എൽക്കസാറിൽ കണ്ട പോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരും. ഇപ്പുറത്തേക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരും. അങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ട്. അതുകൂടാണ്ട് നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. കണ്ടമാനം ഫീച്ചേഴ്സ് ഉണ്ട്. ഈ അഡാസിന് തന്നെ ലെവൽ 2 അഡാസ് ആയതുകൊണ്ട് അതിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അബ്രിവേഷൻസാണ് കൊടുത്തേക്കുന്നത്. ഞാൻ LFA എന്നൊക്കെ കണ്ടപ്പോൾ സന്തോഷിച്ചു. പക്ഷേ ലെയിൻ ഫോളോ അസിസ്റ്റാണ്. അതുപോലെ FCA എന്നുണ്ടപ്പോൾ ഫിയറ്റ് ക്രൈസ്ലർ ഓട്ടോമോട്ടീവ് ആണെന്ന് വിചാരിച്ചല്ല, ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് ആണ്. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്.
ആൻഡ് ഇതിൻ്റെ അഡാസ് അത്യാവശ്യം എഫിഷ്യൻ്റാണ്. നമ്മൾ കാരണം ക്യാമറയും റഡാറും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആക്യുറസി കുറച്ചും കൂടിയും കൂടുതലാണ്. ഒരുവിധം മാർക്ക്ഡ് റോഡുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം റിലൈ ആവുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് അതിൻ്റെ ബ്രേക്കിംഗ് ഒന്നും ചില വണ്ടികളിൽ ഇപ്പോൾ MG ഗ്ലോസ്റ്ററിലൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഷായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മളത് എപ്പോഴും ഓഫ് ചെയ്യേണ്ടി വരും. ഇതിൽ വല്ലപ്പോഴും ഇട്ട് കഴിഞ്ഞാലും അത്ര ഇൻട്രൂസീവ് അല്ല, നമുക്ക് ഒരുവിധമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ക്രെറ്റയ്ക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണുള്ളത്. 3ഉം 1.5 ലിറ്റർ ആണ്. ബേസിക് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 115 bhp 144 Nm. അതിന് നമുക്ക് മാനുവലും CVTയും വരുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്, U2 എന്ന് പറയുന്ന ഡീസൽ എഞ്ചിൻ. അഗെയിൻ 115 bhp ആൻഡ് 250 Nm ടോർക്ക്. അതിന് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടറും ഉണ്ട്. പക്ഷേ ഇത് രണ്ടുമല്ല, എക്സൈറ്റ്മെൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടർബോ പെട്രോളാണ് മേടിക്കേണ്ടത്. 160 bhp ആൻഡ് 253 Nm ടോർക്ക്. 7 സ്പീഡ് DC3 ട്രാൻസ്മിഷനും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആ വണ്ടിയാണ് ഓടിച്ചത്. കിടിലൻ എഞ്ചിനാണ്, നല്ല ആക്സിലറേഷൻ ഉണ്ട്, അതുകൂടാണ്ട് നല്ല റിഫൈൻമെൻറ്റും ഉണ്ട്. ആൻഡ് മുന്നേ ഒന്നും ഉണ്ടാവാത്തൊരു സാധനം കൂടി ഉണ്ട്, ഫ്യൂൽ എഫിഷ്യൻസിയും. നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോളിന് വെച്ച് നോക്കുമ്പോൾ ഈ എഞ്ചിന് ഒരു 20% കൂടുതൽ എഫിഷ്യൻ്റ് ആണ്. ആ എഞ്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യാൻ വേണ്ടി നമുക്കത് സെൽറ്റോസിലോ അല്ലെങ്കിൽ വെർണയിലോ നമുക്ക് ചെയ്യാം. കാരണം ആ 2 വണ്ടിയുടെ റിവ്യൂസ് നിങ്ങൾ കൂടുതൽ ചോദിക്കാറുണ്ട്. ഇപ്പോഴും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഈ ഡീസൽ എഞ്ചിനിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ആക്കി എന്നുള്ളതാണ്. 1 km/ലിറ്റർ കൂടുതലാണ് പഴയതിനേൽ. അതെനിക്ക് തോന്നുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നതുകൊണ്ട് ഈ ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിളിൽ നമ്മൾ ആ വണ്ടി ഓഫ് ആവുന്ന സമയത്തുള്ളൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. ഇതൊരു നല്ല ഡീസൽ എഞ്ചിനാണ്, നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്, അത്യാവശ്യം ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് കിടക്കാം. ആൻഡ് ഹൈ സ്പീഡിലൊക്കെ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്തും ആവശ്യത്തിനുള്ള ഒരു ഗ്രണ്ട് ഉണ്ട്. നമുക്കങ്ങനെ ഒരു അണ്ടർ പവേർഡ് എന്നുള്ള പോലത്തെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. എക്സെപ്റ്റ് കുറേ ആൾക്കാർ കയറുന്ന സമയത്ത് ഓക്കെ നമുക്ക് ഇത്തിരി കൂടി പവർ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അത് അൽക്കസാറിൽ നമുക്ക് കുറച്ചും കൂടിയും തോന്നും. ഇതിൽ അത്രയ്ക്കൊന്നും കുഴപ്പമില്ല, ഒരുവിധം ഓക്കെയാണ്. പക്ഷേ പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, ടർബോ പെട്രോൾ മേടിക്കുക. അതുപോലെ ഇതിൽ ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്, ഇക്കോ, നോർമൽ, സ്പോർട്ട്. അതുകൂടാണ്ട് നമുക്ക് ട്രാക്ഷൻ മോഡ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാൻഡ്, മഡ്, സ്നോ എന്ന് പറഞ്ഞിട്ട് 3 മോഡ്സ് ഉണ്ട്. ഈ മോഡിനൊക്കെ അനുസരിച്ച് ട്രാക്ഷൻ കൺട്രോൾ ചെറുതായിട്ടൊന്ന് വേരി ചെയ്യും. അതിൽ സാൻഡ് മോഡ് മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അധികം ഡിഗ് ചെയ്യാണ്ട് സാൻഡ് ചെയ്യുന്ന പതുക്കെ കയറി ഇങ്ങോട്ട് പോരും. ഒരു ഓൾ വീൽ ഡ്രൈവിൻ്റെ അത്രയൊന്നും പറ്റൂലെങ്കിലും ഒരുവിധം എഫക്റ്റീവാണ്. ഓക്കെ, ഒരു റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ എഞ്ചിൻ്റെ പെർഫോമൻസ് നോക്കാം. ഞാനിവിടെ നിന്ന് എടുക്കുന്നു. ചെറിയൊരു വീൽ സ്പിൻ, 20, 40, 60, 80, 100. ആൻഡ് അത് കഴിഞ്ഞിട്ടും പുള്ള് ചെയ്യുന്നുണ്ട്. 110, 120. ബ്രേക്സും വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ബ്രേക്സും വളരെ നല്ലതാണ്. ബാക്കിൽ ഡിസ്ക്സ് ആണ്. പെഡലിൻ്റെ ഫീലൊന്നും വലിയ സുഖമില്ല, കുറച്ച് സ്പഞ്ചിയാണ്. പക്ഷേ എന്നാലും ഇറ്റ് സ്റ്റോപ്സ് വെൽ. വേറെ ഇതിൽ വന്നേക്കണ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി സ്റ്റിഫ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്കത് അത്ര ഫീൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല. സ്റ്റിൽ വളരെ സോഫ്റ്റാണ്, വളരെ കുഷനിയാണ്. ചെറിയ സ്പീഡിലൊക്കെ ഹമ്പും സ്പീഡ് ബ്രേക്കേഴ്സൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ റൈവലായിട്ടുള്ള കിയ സെൽറ്റോസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ബംപ് അപ്പ് ഓപ്ഷനൊക്കെ കുറേ കൂടി ബെറ്റർ ആണ്. വേറെ ഫീൽ ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. പണ്ട് സ്റ്റിയറിംഗ് ഭയങ്കര ഓവർട്ട്ലി ലൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെവിയർ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ആ എൻലൈനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു മാറ്റമാണ്. നമ്മൾ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ആ മോട്ടർ ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്താൽ മതി. അത് ഇത്തിരി കൂടി നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഹൈ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ പണ്ട് ആ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ അത് ഒരു ഇത്തിരി കൂടി ബെറ്റർ ആണ്. വേറെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല, പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ്. ഇത് ഭയങ്കര സ്പോർട്ടി ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്തും സെൽറ്റോസിനേലും നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇറ്റ് ഡസ് ദ ജോബ്. അപ്പോൾ അതൊക്കെയാണ് പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിലുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളതും അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.